ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു വ്ളോഗ് കണ്ടാലോ? എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. ഞാനെപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 1 മന്ത് ലീവിന് ശേഷം ഞാനിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അതിൻ്റെ റെഡി ആവുന്നതും ബാഗ് പാക്കിങ്ങും പിന്നെ ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ട്രാവലിങ്ങും അങ്ങനെ കുറച്ച് ബിറ്റ്സ് ഞാനിതിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ ഞാൻ കാണിക്കാം. ബൈ. ഇപ്പം എന്ന് വെച്ചത് ഹോസ്റ്റലിൽ പോണ കാര്യം. ഇപ്പോൾ ടൈം 12 മണിയായി. ഞാൻ ഇതുവരെ ഒന്നും റെഡിയാക്കിയിട്ടില്ല. കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്, ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് ഇതിനൊന്നും സമയം കിട്ടില്ല. നമ്മളെപ്പോഴും ലാസ്റ്റ് ടൈമല്ലേ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ടുണ്ട്, ബാഗ് പാക്ക് ചെയ്യണം. എനിക്കൊരു 2:30 ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ ഞങ്ങൾക്കവിടെ അയൺ ബോക്സ് ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്താണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ പിന്നെ ടൈമില്ല. നമുക്ക് വേഗം റെഡിയാവും. ഓക്കെ, അയൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് അയൺ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചത്, സ്റ്റിച്ച് ഇങ്ങനെ വിട്ട് നിൽക്കുക. അപ്പോൾ ഇത് അയൺ ചെയ്തിട്ട് ഇതൊന്ന് വേഗം സ്റ്റിച്ച് ചെയ്യണം. ഇന്നും കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അയൺ ചെയ്ത് വേഗം ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം അയൺ ചെയ്തു, എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഈ തിങ്സാണ് എനിക്ക് മോസ്റ്റ്ലി കൊണ്ടുപോകാനായിട്ടുള്ളത്. ഞാൻ സാരി ഒരു 2-3 മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി സാരികളൊക്കെ എനിക്ക് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ 2 വീക്സ് എല്ലാം കൂടുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള സാരികൾ ഞാൻ അങ്ങനെ അയൺ ചെയ്താണ് കൊണ്ടുപോകാറുള്ളത്. പിന്നെ കുറേ സാരിയൊക്കെ എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് അല്ലാണ്ട് കുറച്ച് ടോപ്പും വീട്ടിടാനായിട്ടുള്ള നൈറ്റ് ഡ്രസ്സൊക്കെയാണ് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്. പിന്നെ എൻ്റെ ലാപ്ടോപ്പ്, ബോട്ടിൽ, എൻ്റെ ഡയറി. ഈ ഡയറിയിലാണ് ഞാൻ നമ്മുടെ കണ്ടൻറ്റൊക്കെ എഴുതുന്നത്, സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നുള്ളത്. പിന്നെ അടുത്തിരിക്കുന്ന എൻ്റെ വേറൊരു ബുക്ക്, ഇത് ഞാൻ കോളേജിലെ ഡീറ്റെയിൽസൊക്കെ എഴുതുന്നതിൻ്റെ ഒരു ബുക്കാണ്. പിന്നെ ഉള്ളത് ബുക്കാണ്. പിന്നെ ഇതെൻ്റെ മേക്കപ്പ്, സ്കിൻ കെയർ കുറച്ച് ഐറ്റംസ്. ഇതിലെല്ലാം വെച്ചിട്ടില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി തിങ്സൊക്കെ ഇതിൽ വയ്ക്കാനായിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ ക്യാമറ. ഈ ക്യാമറ ഡീറ്റെയിൽസും പിന്നെ പറയാം കേട്ടോ, ഞാൻ ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം. ക്യാമറ കൊണ്ടുപോകുന്നില്ല. എനിക്ക് ക്യാമറ കൊണ്ടുപോയാൽ ഇപ്പോൾ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അവിടെ പോയിട്ട്. അതിന് മെമ്മറി കാർഡ് മാത്രം കുറച്ച് വീഡിയോസ് എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല. എനിക്ക് അവിടെ പോയാൽ അധികം വീഡിയോസൊന്നും എടുക്കാനുള്ള ടൈം കിട്ടത്തില്ല. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെമ്മറി കാർഡ് മാത്രമേ എടുത്തിട്ട് പോകുന്നുള്ളൂ. അവിടെ പോയി എഡിറ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ നമുക്കിനി ബാഗൊക്കെ പാക്ക് ചെയ്യാം. ഇനിയും കുറച്ച് സാധനങ്ങൾ വയ്ക്കാനായിട്ടുണ്ട്. അതിൽ ഞാൻ റെഡി ആവുന്നതനുസരിച്ച് എനിക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 2:30 ഒക്കെ ആകുമ്പോൾ എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് റെഡിയായിട്ട് വരാം ഞാൻ. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. 10 മിനിറ്റ്സിൽ ഇറങ്ങുന്നതാണ്. ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ഏകദേശം ഒരു 3 hours എടുക്കുന്നു ട്രാവല്. നാഗർകോവിൽ കഴിഞ്ഞ് പോകണം എൻ്റെ കോളേജ്. തോവാളയൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ തോവാളയുടെ അടുത്തായിട്ടാണ് എൻ്റെ കോളേജ്. ഫുഡ് കഴിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അതുകൊണ്ട് പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായി. കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു സൺസ്ക്രീമും മോയ്സ്ചറൈസറും പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചുമ്മാ ഒരു ഹൈ പോണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബസ്സിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. 2 ബാഗുണ്ട്. കാര്യമായിട്ടുള്ള വെയിറ്റ് ഇല്ല, എന്നാലും ഒരു ബാഗ് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? ഒരുപാട് ലഗേജൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ ബാഗ് ഇച്ചിരി നല്ല വെയിറ്റാണ്. ഇതിൽ തിങ്സൊന്നും വെച്ചിട്ടുണ്ടെങ്കിലും ഓൾറെഡി നല്ല വെയിറ്റുള്ളൊരു ബാഗാണ്. അപ്പോൾ എൻ്റെ അതാണ് ലാപ്ടോപ്പും ഡ്രസ്സും എല്ലാം ഇതിനകത്ത് വെച്ചു. പിന്നെ പേഴ്സും വെള്ളവും പിന്നെ എൻ്റെ 2-3 ബുക്സൊക്കെ ആയിട്ട് ഇതിലോട്ടും വെച്ചു. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ സ്നാക്സ് ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഈ ക്രൊസാൻഡ് മേടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണോ ക്രൊസാൻഡ് കഴിക്കാനായിട്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതിൽ ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്നതാണ് ഒത്തിരി ഇഷ്ടം കേട്ടോ. ഞാൻ മേടിച്ച സമയത്ത് ബട്ടർ സ്കോച്ച് ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലേവേഴ്സ് 2 ഞാൻ എടുത്തു. പിന്നെ ഞാനിപ്പോൾ മാർത്താണ്ഡ എത്തി. ബസ് നല്ല ക്രൗഡായിരുന്നു കേട്ടോ. ബസ് കിട്ടിയതും ബസ്സിൽ കയറിയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. നല്ല ക്രൗഡായതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഇപ്പം കുറച്ച് ഫ്രീ ആയി. അങ്ങനെ ഞാൻ ബസ്സിലിരിക്കുക. ഇച്ചിരി ദൂരമുണ്ട്. പിന്നെ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നു, വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കാം. അതിനൊരു 3 hours ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഏകദേശം നാഗർകോവിലെത്തി. ഹോസ്റ്റലിലെത്തി. നല്ല ടയേർഡായിരുന്നു.
ഞാൻ ഇറങ്ങിയ ഉടനെ ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ നല്ല ക്രൗഡായിരുന്നു, അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് നേരമായി എത്തി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. സ്റ്റുഡൻസ് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, എല്ലാവരും നാളെ ക്ലീൻ എത്തത്തുള്ളൂ. ഞാൻ ഫുഡ് മേടിച്ചിട്ടുണ്ട്, ഇനി ഫുഡ് കഴിക്കണം. നല്ല ടയേർഡായി, നല്ല തലവേദന എടുക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. ബാക്കി എന്തെങ്കിലും വിശേഷം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ആഡ് ചെയ്യാം. ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഫുട്ടേജ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ആഡ് ചെയ്തിട്ട് ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. സോ ബൈ. ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം കേട്ടോ. ഫ്രഷായിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നതാണ് ഈ വ്ളോഗിൽ. അതല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഫ്രഷ് ആയിട്ടൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നല്ല ടയേർഡായി, സോ കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. സോ താങ്ക് യു. ഗുഡ് നൈറ്റ്.